ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സംഭാവന അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യമാണെന്ന് ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ വിശ്വാസക്കുറവ് നികത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. എറണാകുളം, തൃശൂർ, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആണവ നിലയങ്ങൾക്ക് നേരെ വീണ്ടും US ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സംഭാവന അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. MSME ദിനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിലവസരം നൽകാൻ MSMEകളിലൂടെ സാധിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. MSME भारत की विकास यात्रा का एक प्रेरणादायी अध्याय है. देश के स्थायी आर्थिक विकास के लिए एक सुदृढ़ MSME इकोसिस्टम न केवल महत्वपूर्ण है बल्कि अनिवार्य भी है. हमारे डेमोग्राफिक डिविडेंड का सबसे अधिक उपयोग इन्हीं उद्यमों ने हो रहा है. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ പിന്തുണ നൽകുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് 25 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണയ്ക്കായുള്ള പ്രത്യേക തപാൽ സ്റ്റാമ്പും ചടങ്ങിൽ രാഷ്ട്രപതി പുറത്തിറക്കി. MSME മന്ത്രാലയത്തിന്റെ പുതിയ ഓൺലൈൻ തർക്ക പരിഹാര പോർട്ടലും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്തു. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അത്യാവശ്യമാണെന്ന് ഇന്ത്യ. 2020 അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ വിശ്വാസക്കുറവ് നികത്തണമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായുള്ള കൂടിക്കാഴ്ചയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. ചൈനയിൽ നടന്ന ഷാങ്ഹായ് പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും രാജ്യരക്ഷാമന്ത്രി വിശദീകരിച്ചു. റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രെ ബെലസോവുമായും ശ്രീ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകരത, ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണം എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. സ്വാതന്ത്ര്യത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുതെന്നാണ് 1975 അടിയന്തരാവസ്ഥ കാലം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ആത്മവീര്യം കെടുത്തുന്ന നടപടിയായിരുന്നു അടിയന്തരാവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു. Young people that emergency happened because interest of a family was put ahead of the interest of the nation. Today, interest of the nation put ahead. I have a great sense of pride when I see parliamentary delegations, all parties going out across the world speaking in defense of our national interest, giving the message that terrorism is not acceptable. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം കുറിച്ച് ശുഭാൻഷു ശുക്ല. ശുഭാൻഷു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരുമായി ആക്സിയം 4 ദൌത്യപേടകം ഇന്നലെ വൈകുന്നേരമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാൻഷു. 14 ദിവസത്തെ പര്യവേഷണത്തിനായാണ് ആക്സിയം 4 ദൌത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. 2026 സീസണിൽ രാജ്യത്തെ പഞ്ചസാര ഉൽപാദനം 15% വർദ്ധിച്ച് 35 ദശലക്ഷം ടണ്ണിലെത്തുമെന്ന് റിപ്പോർട്ട്. അധികമായി ലഭിക്കുന്ന മഴ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഉൾപ്പെടെ കരിമ്പ് കൃഷി വിളവെടുപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ രഥയാത്രയ്ക്ക് ഒഡീഷയിൽ ഇന്ന് തുടക്കം. വൈകുന്നേരം 4 മണിയോടെ പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര 3 കിലോമീറ്റർ അകലെയുള്ള ശ്രീ ഗുഡിൻച ക്ഷേത്രത്തിലാണ് സമാപിക്കുക. 13 ലക്ഷത്തോളം തീർത്ഥാടകർ ഇക്കുറി രഥയാത്രയ്ക്കായി പുരിയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രഥയാത്രയ്ക്ക് ആശംസകൾ നേർന്നു. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് രഥയാത്ര ഭക്തി നിർഭരമായ അനുഭവം പകരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ സ്പീക്കർ മുൻപാകെ വൈകുന്നേരം 3:30 സത്യപ്രതിജ്ഞ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത്. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയാണ്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരുകയാണ്. നദികളിലെ ജലനിരപ്പും വർദ്ധിച്ച നിലയിലാണ്. മഴ ശക്തമായ സാഹചര്യത്തിൽ അപകട സാധ്യതയേറിയ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട്ടിൽ കഴിഞ്ഞ 3 ദിവസമായി പെയ്തിരുന്ന ശക്തമായ മഴയ്ക്ക് രാവിലെ മുതൽ ശമനം. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴയുടെ പശ്ചാത്തലത്തിൽ ബാണാസുര സാഗർ ഡാം ഇന്ന് രാവിലെ തുറന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രാവിലെ 10 മണിയോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേരി മലയിൽ 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പുഴകളിലും തോടുകളിലും ശക്തമായ നീരൊഴുക്കാണ്. ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇന്നലെ ശക്തമായ മഴയായിരുന്നു. ബേലിപ്പാലത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വ്യാപകമായ രീതിയിൽ ജില്ലയിൽ കൃഷിനാശവും ഉണ്ടായി. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. മുല്ലപ്പെരിയാറിൽ 135 അടിയും ഇടുക്കിയിൽ 2359 അടിയുമാണ് നിലവിൽ ജലനിരപ്പ്. തൃശൂർ കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണ് 3 മരണം. 12 പേരോളം ആണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. രാവിലെ 6 മണിയോടെയാണ് അപകടം. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപൽ, രാഹുൽ, ആലിം എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഇറാൻ ആണവ നിലയങ്ങളിലെ US ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നതിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദേശീയ സുരക്ഷയെ തന്നെ ഇത് ബാധിക്കുമെന്നും ട്രംപ് വിമർശിച്ചു. ഇറാന്റെ ആണവ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചെന്ന വാദങ്ങളെ തള്ളുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് 2 US മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ആണവ പദ്ധതിയിൽ മാസങ്ങളുടെ കാലതാമസം വരുത്താൻ മാത്രമേ US ആക്രമണം കൊണ്ട് സാധിച്ചുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണത്തിന് മുൻപ് തന്നെ യുറേനിയം ഇവിടെ നിന്നും മാറ്റാൻ ഇറാന് സാധിച്ചതായും പരാമർശമുണ്ട്. ഇറാന് നേരെ ഇനിയും US ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമേനി ഇസ്രയേലുമായുള്ള വെടിനിർത്തലിനെക്കുറിച്ചുള്ള ടെലിവിഷൻ അഭിസംബോധനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാൻ കീഴടങ്ങില്ലെന്നും ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കൊണ്ട് അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കാനായില്ലെന്നും ഖമേനി പറഞ്ഞു. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ഇനിയും ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ചൈനയും പാകിസ്ഥാനുമായുള്ള ത്രിരാഷ്ട്ര സഖ്യത്തിനുള്ള സാധ്യതകൾ തള്ളി ബംഗ്ലാദേശ്. ഈ രാജ്യങ്ങളുമായി നടത്തിയ സമീപകാല കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയപരമല്ലെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ വ്യക്തമാക്കി. 3 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചൈനയിൽ അനൗപചാരിക ത്രിരാഷ്ട്ര യോഗം നടത്തിയതായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര സഹകരണത്തെക്കുറിച്ച് വിപുലമായ ചർച്ചകൾ യോഗത്തിൽ നടന്നതായി ചൈന വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. മൻ കി ബാത്തിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഇന്നും കൂടി അറിയിക്കാവുന്നതാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 പോയിന്റ് ഉയർന്ന് 84,023-ലും നിഫ്റ്റി 95 പോയിന്റ് ഉയർന്ന് 25,644-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 8,985 രൂപയും പവന് 680 രൂപ കുറഞ്ഞ് 71,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവികസനത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സംഭാവന അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യമാണെന്ന് ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ വിശ്വാസക്കുറവ് നികത്തണമെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. എറണാകുളം, തൃശൂർ, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആണവ നിലയങ്ങൾക്ക് നേരെ വീണ്ടും US ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.